മറയൂർ ശർക്കര ഫാക്ടറിയിൽ വന്നേക്കാട്ടാ. നിങ്ങൾ ശർക്കര എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ഇപ്പോൾ പുള്ളി പറഞ്ഞുതരും, നമുക്ക് കേൾക്കാട്ടാ. ഫുള്ളായിട്ട് കഴുകി വൃത്തിയാക്കി വാഷ് ചെയ്ത ശേഷം നമ്മൾ ആ മെഷീനിൽ കയറ്റുന്നത്. ആ മെഷീനിൽ കയറ്റി അരയ്ക്കും. അതിന്റെ വേസ്റ്റ് നേരെ താഴോട്ട് പോകും. ആ വേസ്റ്റ് തന്നെയാണ് നമുക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. ചണ്ടി തന്നെയാണ് നമ്മൾ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നേരെ ജ്യൂസ് ഒരു ഫിൽട്രേഷൻ കഴിഞ്ഞാൽ ചെറിയ ടാങ്ക് ആണ് അത്. ആ 250 ലിറ്ററിന്റെ ടാങ്ക് ആണ് അത്. ആ ടാങ്കിൽ ജ്യൂസ് ആഡായ ശേഷം ഈ മോട്ടർ വഴി നേരെ പമ്പ് ചെയ്തിട്ട് നേരെ ഈ ടാങ്കിലോട്ട് വരും. പച്ച മോട്ടർ ഉണ്ട് സാർ. ആ നേരെ പമ്പ് ചെയ്തിട്ട് ഈ ടാങ്കിലോട്ട് വരും. ഇതൊരു 1000 ലിറ്ററിന്റെ ടാങ്കാണ്. ഇതിലൊരു 3 ഫിൽട്രേഷൻ ഉണ്ട്. ആ 3 ഫിൽട്രേഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ ഈ പൈപ്പ് കണക്ട് ചെയ്ത് 1000 ലിറ്ററിനുള്ള ജ്യൂസ് നേരെ ഈ പാത്രത്തോട് ഒഴിക്കും. ഈ പാത്രത്തോട് ഒഴിച്ചിട്ട് 1000 ലിറ്റർ ജ്യൂസിന് 110 ഡിഗ്രി ചൂടില് 3.5-4 മണിക്കൂർ നമ്മൾ തിളപ്പിക്കും. ഇതിൽ മൊളാസിസ് പറഞ്ഞൊരു വേസ്റ്റ് ഉണ്ട്. ആ മൊളാസിസ് വേസ്റ്റ് നമ്മൾ എടുത്ത് കളയുക ചെയ്യുക. അത് സ്പിരിറ്റിന് വേണ്ടി വാറ്റാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം, നീറിനൊക്കെ വേണ്ടിയിട്ട്. അത് നമ്മളെടുത്ത് കളയുന്നത്. കളഞ്ഞ ശേഷം നമ്മൾ 1000 ലിറ്റർ ജ്യൂസിനെ 4 മണിക്കൂർ തിളപ്പിച്ച് 200 ലിറ്റർ ഈ ലിക്വിഡ് ഫോമിലാക്കും. ലിക്വിഡ് ഫോമിലാക്കിയ ശേഷം ഈ പൈപ്പ് ഓപ്പൺ ചെയ്യും. ഇത് ഓപ്പൺ ചെയ്തിട്ട് നേരെ ഇതിലോട്ട് എല്ലാം കൂടി തള്ളും. ഇതിന് മാവിന്റെ പലകയാണ്. ഇതിന് ജലാംശം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അതിൽ വല്ല ജലാംശത്തിന്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മാവിന്റെ പലക വലിച്ചെടുത്തു ഇതിലോട്ട് ഒഴിച്ച ശേഷം ഒരു 3/4 മണിക്കൂറോളം ഇളക്കി ഒരു 90 ഡിഗ്രി ചൂടിൽ തന്നെ ഈ ശർക്കര ഉരുട്ടിയെടുക്കുന്നത്. ഈ മറി ശർക്കര കുറച്ച് കൈപ്പാടി വരുന്ന മാത്രം മറി ശർക്കര. അതിൽ വേറെ കെമിക്കലെ കാര്യങ്ങളൊന്നും അറിയില്ല. ഈ പണ്ട് കാലങ്ങളിൽ ഇതിൽ കുമ്മായം ആഡ് ചെയ്യും. ഈ കുമ്മായം ആഡ് ചെയ്യുന്ന എന്തിനാണ് നമുക്ക് ഈ 4 മണിക്കൂർ പ്രോസസ്സിംഗ് ഉള്ളത് 2.5 മണിക്കൂറാക്കും. ഈ കുമ്മായം ജ്യൂസ് കൂടി പെട്ടെന്ന് ടൈറ്റ് ആകും. ടൈറ്റ് ആകുമ്പോൾ നമുക്ക് അത്രയും കത്തിച്ചാൽ മതി. അത് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ 4 മണിക്കൂറാണ് നമുക്ക് കത്തിക്കുന്നത്. അത് കത്തിച്ച ശേഷം നമ്മൾ ചണച്ചാക്കുണ്ട്. ചണച്ചാക്കിൻ്റെ ഒരു ഓലപ്പായ വെച്ച ശേഷം 24 മണിക്കൂർ കഴിഞ്ഞ ശേഷം അത് പാക്ക് ചെയ്യണം. 1% പോലും ചൂടുണ്ടാകാൻ പറ്റില്ല. ചൂടുണ്ടായാൽ ഫംഗസ് കയറി പിടിക്കും. പണിയുണ്ട്. പിന്നെ ഇതിൻ്റെ ശർക്കര പൊടിയുണ്ട്. അതൊരു 6 മണിക്കൂർ പ്രോസസ്സിങ്. നമ്മൾ ഇതിലോട്ടിട്ട് 3/4 മണിക്കൂർ ഒരു 2 മണിക്കൂർ ഇളക്കി എടുക്കുമ്പോൾ ഇതിൽ ഷുഗർ കണ്ടന്റ് കുറവാണ്. പിന്നെ ഈ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ പഞ്ചസാരയ്ക്ക് വരെ ചായയിലും കൊണ്ടിട്ട് കഴിക്കാൻ പറ്റുന്നത് നാച്ചുറൽ ഷുഗർ ആയിട്ട് വരുന്നത് അവിടെ നമ്മുടെ ഔട്ട്ലെറ്റ് ആണ്. പിന്നെ അതിൻ്റെ സ്പൈസി ഉണ്ട്. നമ്മൾ ചുക്ക്, ജീരകം, ഏലക്ക എല്ലാം കൂടി പൊടിച്ചിട്ട് എല്ലാം കൂടി നേരെ ഇതിലോട്ട് വെച്ചിട്ട് നമ്മൾ ആ സ്പൈസി പൊടിച്ചത് ഇതിലോട്ടിട്ട് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അരിച്ചെടുക്കുന്നത് സ്പൈസി ജാഗരി പോകും. നമ്മൾ ചുക്ക് കാപ്പിയ പലഹാരങ്ങൾ എന്തെങ്കിലും വെക്കുമ്പോൾ 2 ടീസ്പൂണിലോട്ട് ഇട്ടാൽ മതി. ബാക്കി എല്ലാം അതിൽ ഇൻക്ലൂഡ് ആണ്. ഇതിൽ വേറെ കെമിക്കലെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് നാച്ചുറലായിട്ട് നമ്മുടെ ഇവിടുത്തെ കരിമ്പിന് ജലാംശം കുറവാണ്. ഈ തമിഴ്നാട് കരിമ്പിന് ജലാംശം കൂടുതലാണ്. അതാണ് ഈ റോഡ് സൈഡ് ജ്യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് 1 ടൺ ജ്യൂസ് കിട്ടണമെങ്കിൽ 1.5 ടൺ കരിമ്പടിക്കണം. ആ 1.5 ടൺ കരിമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ശർക്കര 150-160 കിലോ ശർക്കരയെ കിട്ടുള്ളൂ. ബാക്കിയെല്ലാം അങ്ങനെ ഇതിൻ്റെ പ്രോസസ്സിങ് അങ്ങനെയാണ് വരുന്നത്.